നമ്മളൊരു പഴയ വീട്ടിൽ പോകും. ഒരു തറവാട് വീടെന്ന് വിചാരിക്കും. ഒരു 10-200 വർഷം പഴക്കമുണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് തന്നെയും തോന്നും ഇവിടെ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ വരാന്തയിലൊരു ചാരിക സേവയിരിപ്പുണ്ട്. പെട്ടെന്ന് ഒരാളവിടെ കിടക്കുന്നത് കാണും. അപ്പോൾ പിന്നെ ഇയാൾ നോക്കുമ്പോൾ അയാളുടെ പടം അവിടെ ഭിത്തിയിലില്ല. അപ്പോൾ ആ കണ്ട ആളുടെ രൂപമാണ് ഞാൻ ഈ കസേരയിൽ കിടക്കുന്നത്. പാരാസൈക്കോളജി ഒരു കാപട്യം നിറഞ്ഞ ശാസ്ത്രമാണ് എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. ഈ നമ്മൾ കാണുന്ന ഈ ഗോസ്റ്റുകൾ കൂടുതലും ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ മരണാനന്തര ജീവിതം എന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. നമസ്തേ. അതീന്ദ്രിയമായ കാര്യങ്ങളോട് ഇന്നും നമുക്ക് കുറച്ച് കൗതുകം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാരാസൈക്കോളജി എന്ന വിഭാഗത്തെക്കുറിച്ചുള്ള സംശയവും അധികമാണ് എന്ന് പറയാം. അത്തരത്തിലുള്ള കുറച്ച് സംശയങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എനിക്കിപ്പോൾ ഉള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്ന പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജ് മാത്യു ആണ്. സർ നമസ്കാരം. സർ, നമ്മൾ പാരാസൈക്കോളജി എന്ന് നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ക്യൂരിയസ് ആകുന്ന ഒരു ടോപ്പിക്കാണ്. ഒപ്പം തന്നെ ഒരുപാട് സംശയങ്ങൾ ഉള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളാണ് ഈ ഇന്റർവ്യൂയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിന് തുടക്കമായിട്ട് നമുക്ക് എന്താണ് പാരാസൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മനുഷ്യൻ്റെ ബോധം, മനസ്സ്, പെരുമാറ്റം ഇവയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് മനഃശാസ്ത്രം. അപ്പം അതീന്ദ്രിയമായ അനുഭവങ്ങളെപ്പറ്റി പഠിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഉപശാഖയാണ് പാരാസൈക്കോളജി. ഇന്ദ്രിയാതീതം എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതീതമായതും കർമ്മേന്ദ്രിയങ്ങൾക്ക് അതീതമായതും വരും. ഇപ്പൊ നമ്മള് പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ പൊതുവെ സൈക്കോളജിക്ക് വലിയൊരു അംഗീകാരം ഉണ്ടെങ്കിലും പാരാസൈക്കോളജി ഒരു കാപട്യം നിറഞ്ഞ ശാസ്ത്രമാണ് എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാന കാരണം ഇത് തെളിയിക്കാൻ പറ്റുന്നതിന്റെ ഒരു പോസിബിലിറ്റി ആയിരിക്കാം. അതിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഇത് കാപട്യമാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയുന്നത്? ഈ കാപട്യമാണെന്ന് വളരെ കുറച്ച് പേരെ പറയുന്നുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. പിന്നെ അവർ ഒരുപാട് ബഹളം വയ്ക്കുന്നവരാണ്. അതുകൊണ്ട് കുറെ പേര് പറയുന്നത് പോലെ തോന്നുന്നതാണ്. അതെ അതെ, ഒരു ഒച്ചപ്പാട് ഒരുപാട് അവർ സൃഷ്ടിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ഈ ഇന്ദ്രിയാതീത അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോൾ ശരിക്ക് 1/3 പോപ്പുലേഷൻ്റെ 1/3 പേർക്കുണ്ട്. അതുകൊണ്ട് ഇത് തീരെ അസാധാരണമായ ഒരു സംഗതിയല്ല. പക്ഷെ അതിനെ നമ്മൾ അസാധാരണ അനുഭവങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. അസാധാരണ അനുഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു 30% ആളുകൾക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ അതീന്ദ്രിയമായ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പക്ഷെ മിക്കവതും നമ്മുടെ തോട്ട് കൊണ്ട് നമ്മളായി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇലൂഷൻ ആയിരിക്കാം എന്നുള്ളതില്ലേ? അതിനെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? നമ്മള് ഒരു പാരാസൈക്കോളജിയിൽ പാരാനോർമൽ ആക്ടിവിറ്റി ആണോ, അതല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്ക് ഈ തോട്ട് വരുന്നു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? തോട്ട് അല്ല, അനുഭവങ്ങളാണ്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പലരും റിപ്പോർട്ട് ചെയ്യാറുള്ള അനുഭവമാണ് പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ്. ഒരാൾ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ കുറേ സീൻസ്, ഇതുവരെ കാണാത്ത ഒരാൾ, ഒരു സ്ഥലം, ഇതെല്ലാം. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ അതേ സ്ഥലത്ത് പോകുന്നു, അതേ ആളുകളെ മീറ്റ് ചെയ്യും. ഇതിന് ഈ പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ ഇത് തോട്ടെന്ന് പറയാനൊക്കത്തില്ല, ഇതൊരു അനുഭവമാണ്. അപ്പോൾ ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ സ്വപ്നത്തിൽ കാണുക, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എക്സാക്ട്ലി ആ സ്ഥലത്ത് തന്നെ പോവുക, സ്വപ്നത്തിൽ ആ സ്ഥലത്ത് കണ്ട അതേ ആളിനെ അവിടെ വെച്ച് കാണുക, പിന്നെ അവർ തമ്മിലുള്ള സംസാരം, ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതിന് ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു സംഭവം അതേപോലെ നടക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ പ്രീഡിറ്റർമിൻഡ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു കാലത്ത് ഇത് യുക്തി
രഹിതമാണ് എന്നൊക്കെ ആളുകൾ വാദിച്ചിരുന്നു. ഇപ്പോൾ ഐൻസ്റ്റൈൻ ബ്ലോക്ക് യൂണിവേഴ്സ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഐൻസ്റ്റൈൻ ഏറ്റവും പ്രഗത്ഭനായ ഫിസിസിസ്റ്റാണ്. ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറും, അതായത് മുമ്പ് നടന്നതും ഇനിയും നടക്കാൻ പോകുന്നതും എല്ലാം ചേർന്നാണ് ഒരു ബ്ലോക്ക് പോലെ, ഒരു തടി കഷ്ണമെന്ന് വിചാരിക്കുക. അതിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ്. അതിൻ്റെ മുമ്പ് ഉള്ള കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്നതെല്ലാം ഇപ്പോഴേ ഫിക്സ്ഡാണ്, ഒരു ബ്ലോക്ക് പോലെ. അതാണ് ബ്ലോക്ക് യൂണിവേഴ്സ്. അപ്പം നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം തന്നെ പ്രിഡിറ്റർമിൻഡാണ്. കാരണം യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സംഗതികൾ മാത്രമല്ല, മെൻ്റലും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ എല്ലാം പ്രിഡിറ്റർമിൻഡ് ആണ് ഇപ്പോൾ ഫിസിക്സ് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് യുക്തിരഹിതമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഏറ്റവും ഹാർഡ് കോർ സയൻസ് ഫിസിക്സ് തന്നെ പറയുന്നതെല്ലാം പ്രിഡിറ്റർമിൻഡാണ്. ഇന്നിപ്പോൾ ഇത് ഇപ്പം ഏറ്റവും റീസെൻ്റായിട്ട് 2025 നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഈ ക്വാണ്ടം ടണലിംഗ് എന്നൊരു സംഗതിയാണ്. ഈ ക്വാണ്ടം ടണലിംഗ് പാർട്ടിക്കിൾ ലെവലിൽ ഒരുപാട് വർഷം മുമ്പ് തന്നെ നോബൽ പ്രൈസ് ഒരാൾക്ക് കൊടുക്കും. ഇപ്പോൾ വലിയ ഓബ്ജക്ട്സ് തന്നെ, ഒരു കയ്യിലൊക്കെ ഒതുങ്ങുന്ന വലിയ ഓബ്ജക്റ്റ് ഒരു ബോളിൽ കൂടെ അപ്പുറത്ത് കടത്താമെന്നുള്ള ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഈ പണ്ട് പാരാസൈക്കോളജിസ്റ്റ് ഇങ്ങനെ ബോളിൽ കൂടെ വലിയ ഓബ്ജക്ട്സ് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, ഇത് നോൺസെൻസ് ആണെന്നൊക്കെ ആളുകൾ പറഞ്ഞു, ഇത് യുക്തിരഹിതമാണ്. ഇപ്പം അതിന് ഫിസിക്സിൽ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് പണ്ട് ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ ഫിസിക്സ് തന്നെ പ്രൂവ് ചെയ്യും. അപ്പൊ ഇത് സയന്റിഫിക് ആണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ പാരാനോർമൽ കാര്യങ്ങൾ, ആക്ടിവിറ്റീസും പാരാസൈക്കോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? പാരാസൈക്കോളജി പഠിക്കുന്ന വിഷയങ്ങളെയാണ് പാരാനോർമൽ എന്ന് പറയുന്നത്. പണ്ട് ഇതിനെ പലരും സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ വാക്ക് പാരാസൈക്കോളജിയിൽ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാം നാച്ചുറൽ തന്നെയാണ്. നമുക്ക് എല്ലാ പ്രപഞ്ച നിയമങ്ങളും അറിയാൻ വയ്യാത്തത് കൊണ്ട് ചിലത് പ്രകൃതിക്ക് അതീതമാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയിലുള്ളത് തന്നെയാണ്, നമ്മളിപ്പോഴേ കണ്ടെത്തുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ പഴയ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്ക് പോയാൽ ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ? പഴയ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഭാവനയായിരിക്കാം. അത് നടന്ന കാര്യങ്ങളാണോ ആളുകളുടെ ഭാവനയാണോ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. അത് ആളുകളുടെ വിഷ്വൽ തിങ്കിങ്, അവരുടെ ഒരു ഫാൻറ്റസി ആയിരിക്കാം. അത് നമുക്കൊരിക്കലും ശാസ്ത്രീയമായ തെളിവായിട്ട് എടുക്കാനൊക്കത്തില്ല. ഇപ്പൊ പാരാസൈക്കോളജിയെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ഉണ്ട് എന്നുള്ളത്? ഇപ്പൊ ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇത് ശരിക്കുമുള്ള ശാസ്ത്രീയമായ ഒരു കാര്യമാണെന്ന് എങ്ങനെയാണ് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുക? ഒന്ന്, ശാസ്ത്രത്തിൽ ഇപ്പോൾ പ്രൂവ്ഡ് ഡിസ്പ്രൂവ്ഡ് എന്നുള്ള കൺസെപ്റ്റ്സ് ഇല്ല. പണ്ടുണ്ടായിരുന്നു. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അതിൻ്റെ ചട്ടക്കൂടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നത് ഇന്നത് പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എത്രമാത്രം എവിഡൻസ് ഇൻ സപ്പോർട്ടുണ്ട്, എത്രമാത്രം എവിഡൻസ് അഗെയിൻസ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ അവർ പറയുള്ളൂ. നമ്മൾ ആരുടെ പുറത്തും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ പ്രപഞ്ച നിയമങ്ങളെല്ലാം തന്നെ സബ്ജക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് റിവിഷനാണ്. ഇതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്സാണ് ഹാർഡ് കോർ സയൻസ്. ന്യൂട്ടൻ്റെ കൺസെപ്റ്റ്സൊക്കെ ഐൻസ്റ്റൈൻ മോഡിഫൈ ചെയ്തു, പല നിയമങ്ങളും മോഡിഫൈ ചെയ്തു. അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രൂവ്ഡ് ഡിസ്പ്രൂവ്ഡ് എന്നൊരു കാറ്റഗറി ഡിഫറൻസ് ഇല്ല. എന്തുതന്നെയല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള ഫിസിക്സിലെ ഒരു സിദ്ധാന്തം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും
പ്രപഞ്ച നിയമങ്ങൾ ഒരുപോലെ അല്ല എന്നുള്ളതാണ്. അതിന് ഒബ്സർവേഷണൽ എവിഡൻസും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്ന ചില റെഗുലാരിറ്റീസ് പ്രപഞ്ചത്തിൽ വേറൊരു സ്ഥലത്ത് കാണണമെന്നില്ല. ആ നിയമങ്ങൾ തന്നെ വേറെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ മൊത്തത്തിലൊരു എനർജി ആണ് ഇതിന്റെ ഒരു ഹാർഡ് കോർ കാര്യം എന്ന് പറയുന്നത് എനർജിയാണ്. ഈ എനർജിയിൽ തന്നെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വേർതിരിവ് സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, ആ കാലവും പോയി. ഈ ഒരു കാലത്ത് മാറ്ററാണ് ഏറ്റവും അടിസ്ഥാനമായ റിയാലിറ്റി എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതിൽ നിന്നാണ് മെറ്റീരിയലിസം വന്നത്. പിന്നെയാണ് എനർജി വന്നത്. ഐൻസ്റ്റൈൻ E=mc² ഇതൊക്കെ ഇറക്കി. അപ്പോൾ എനർജിയാണ് ഫണ്ടമെൻ്റൽ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. പക്ഷെ ഇന്നിപ്പോൾ ഫീൽഡാണ് ഫൈനൽ എന്നാണ് പറയുന്നത്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ പലതരം ഫീൽഡുകളുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അങ്ങനെ പല ഫീൽഡുകളുണ്ട്. ഈ അൾട്ടിമേറ്റായിട്ട് ഏതോ ഒരു ഇൻവിസിബിൾ ഫീൽഡിൽ നിന്നാണ് ഈ ഫീൽഡുകളെല്ലാം വന്നത്. ആ ഫീൽഡിനെ ഒരു ഒബ്സർവർ കാണുമ്പോഴാണ് അത് പാർട്ടിക്കിൾസ് ആകുന്നത്. അതായത് ഫീൽഡിലുള്ള പോയിന്റ്സ് ഓഫ് എക്സൈറ്റേഷനാണ് പാർട്ടിക്കിൾസ്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഫീൽഡാണ്. ഇപ്പോൾ പല ഫിസിസിസ്റ്റും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അൾട്ടിമേറ്റ് ഫീൽഡ് കോൺഷ്യസ്നെസ് ആണ്, ബോധം, പ്രപഞ്ചബോധം. അതിൽ നിന്നാണ് ഈ ഫീൽഡെല്ലാം ഉണ്ടാകുന്നത്. ഈ ഫീൽഡുകളിൽ നിന്നാണ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. പാർട്ടിക്കിൾസിൽ നിന്നാണ് മാറ്റർ ഉണ്ടാകുന്നത്. മാറ്റർ എനർജിയും ഇപ്പോൾ ഇക്വലൻ്റാണ്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് കോൺഷ്യസ്നെസ് ആണ് അൾട്ടിമേറ്റ് ഫീൽഡ് എന്നുള്ള ഒരു തിയറിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, നമ്മളിപ്പോൾ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ്, ഈ പാരാസൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ കൗതുകം കൂടുന്നത് ഈ മരണാനന്തര കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ മരണത്തിന് ശേഷം ഒരു ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു, നമ്മളിപ്പോൾ ഈ പറയുന്ന ആത്മാക്കൾ, പ്രേതങ്ങൾ, ഇതൊക്കെ ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പാരാസൈക്കോളജി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു എനർജിയാണോ, അത് എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക പാരാസൈക്കോളജി? ഒന്നാമതായിട്ട് ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന ഒരു ടേം പോപ്പുലറൈസ് ചെയ്തത് ചില സിനിമകളാണ്, വെസ്റ്റേൺ സിനിമകൾ. അവർ പോൾട്ടർ ഗസ്റ്റ് അല്ലെങ്കിൽ ഈ ചാത്തൻ ഉപദ്രവം, അതിനെയാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് ആ സിനിമയിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പാരാനോർമൽ ഫിനോമിന, പാരാനോർമൽ അനുഭവങ്ങൾ എന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ മരണാനന്തര ജീവിതം എന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ ജീവിക്കുമോ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഗോസ്റ്റിനെ കാണുന്നതൊക്കെ അതിന് ഒരു തെളിവായിട്ട് പലരും എടുക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പാരാസൈക്കോളജിക്കൽ റിസർച്ച് കാണിക്കുന്നത് ഈ നമ്മൾ കാണുന്ന ഈ ഗോസ്റ്റുകൾ കൂടുതലും ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസസ് ആണ്. ടൈം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന സംഭവങ്ങൾ നമ്മളിപ്പോൾ കാണും. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു പഴയ വീട്ടിൽ പോകുന്നു, ഒരു തറവാട് വീടെന്ന് വിചാരിക്കും, ഒരു 10-200 വർഷം പഴക്കമുണ്ട്. ഈ വളരെ പഴയ സ്ട്രക്ചേഴ്സിന് റെവോക്കേറ്ററി പവറുണ്ട്. ഈ ചില സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് തന്നെയും തോന്നും ഇവിടെ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, ഒരു എനർജി. ഞാനങ്ങനെ സാധാരണ ഒന്നും കാണാറില്ല. പക്ഷെ സൈക്കിക്കായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പണ്ട് നടന്ന സംഭവങ്ങൾ കാണും. അവിടെ വരാന്തയിലൊരു ചാരിക സേറ ഇരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരാളവിടെ കിടക്കുന്നത് കാണും. അപ്പോൾ പിന്നെ ഇയാൾ നോക്കുമ്പോൾ അയാളുടെ പടം അവിടെ ഭിത്തിയിലിരിക്കും. അപ്പോൾ ആ കണ്ട ആളുടെ രൂപമാണ് ഞാൻ ഈ കസേരയിൽ കിടക്കുന്നത് കണ്ടതെന്ന് അയാൾ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മരിച്ച ആളുടെ ആത്മാവ് അവിടെ കിടക്കുകയാണ്. നമ്മളല്ലെന്ന് പറയും. അതൊരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസാണ്. ഇയാൾ പണ്ട് എപ്പോഴോ അവിടെ കിടന്ന ആ സീനാണ് ഇയാൾ കാണുന്നത്. അപ്പൊ ആ മെമ്മറി അവിടെ സ്റ്റോർ ആകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒബ്ജക്ട്സിന് മെമ്മറി, ഒരു അസോസിയേറ്റഡ് മെമ്മറി ഉണ്ടെന്നാണ് ഒബ്ജക്ട്സിന്. ആ മെമ്മറിയാണ് നമ്മൾ കാണുന്നത്. ഐ മീൻ നമ്മളെല്ലാം സൈക്കിക് ആയ ആളുകൾ കാണുന്നത്. അതെ.